ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം, ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരുടെ ജീവിത ചരിത്രത്തിൽപ്പെട്ടതായ ചില വിഷയമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ജെറുസലേമിൽ നിന്നും അടിമകളാക്കി കൊണ്ടുവന്ന യഹൂദ്യ ബാലന്മാരിൽ ദൈവത്തോടുള്ളതായ വ്യവസ്ഥ കർശനമായി പാലിച്ചിരുന്ന അവർ, തിരുവചനം വായിക്കുന്നത്, ദൈവം അവർക്ക് സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തവരെ അനുഗ്രഹിച്ചു. ദൈവത്തോട് അവർ ചില വ്യവസ്ഥകൾ ചെയ്തു. അവർ ദൈവത്തോട് ചെയ്ത വ്യവസ്ഥ എന്തെന്ന് അവർ ആയിരുന്ന സ്ഥാനത്ത് നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിലെ അധികാരികളോട് അവർ വിവരിച്ച് പറയുന്നുണ്ട്. അതെല്ലാം നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം അവരെ ഉയർത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ മറ്റ് ജ്ഞാനികളിലും വിവേകികളിലും വെച്ച് അവരെ 10 ഇരട്ടി ജ്ഞാനികളാക്കി. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, 10 ഇരട്ടി ജ്ഞാനപൂർത്തി അവർക്കുണ്ടെങ്കിലും ദൈവം അവരെ ഉയർത്തുവാൻ തീരുമാനിച്ചെങ്കിലും അവരുടെ ഉയർച്ചയ്ക്കും ദൈവത്തിന്റെ പ്രവൃത്തിക്കും ദൈവം ഒരു കാലാവധി നിശ്ചയിച്ചു. കാലം തികഞ്ഞപ്പോൾ ഷണ്ഡാധിപൻ അവരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. ഈ കാലത്തിന്റെ തികവ് എന്ന് പറയുന്നതായ ഒരു കാര്യം രാജധർമ്മമാണ്. രാജാക്കന്മാർക്ക് പ്രവാചകന്മാർ അഭിഷേകം ചെയ്യുന്ന, അവരെ ആക്കി വയ്ക്കുന്ന ആ ഉദ്യോഗസ്ഥർ അവർക്ക് കൊടുക്കുന്നതായ ഒരു പ്രമാണം, കാലത്തിന്റെ തികവിനെ കുറിച്ച് അവർ അറിവുള്ളവരായിരിക്കണം. ദ കംപ്ലീഷൻ ഓഫ് ടൈം, നോളജ് ഓഫ് ടൈം. കാലസമ്പൂർണത എന്ന് പറയുന്ന ഒന്നുണ്ട്. സമയം എന്ന് പറയുന്നതായത് ഒരു വ്യവസ്ഥയാണ്. പത്രോസ് അപ്പോസ്തലൻ സഭയോട് പറയുന്നത്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ, 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ താണിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കാലസമ്പൂർണതയെ കുറിച്ച് 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിവരിക്കാം. തിരുവചനത്തെ നാം പഠിക്കുമ്പോൾ കാലവ്യവസ്ഥ, കാലസമ്പൂർണത, സമയത്തിന്റെ കംപ്ലീഷൻ, ഇതൊക്കെ വലിയ എലാബറേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതായ ഒരു കാര്യമാണ്. എന്നാൽ ഒരു ബൈബിൾ സ്റ്റഡി അല്ല ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ കാഴ്ചവെക്കുന്നത്. നിന്നെ ദൈവം ഉയർത്തുവാൻ ദൈവം നിന്നിൽ നിശ്ചയിച്ചിട്ടുള്ളതായ കാലവ്യവസ്ഥയെക്കുറിച്ച് നീ അറിവുള്ളവനായിരിക്കണം. ശലോമോൻ രാജാവ് ജനത്തോട് പറയുന്നത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ചുമ്മാതെ എഴുതിയതല്ല. അദ്ദേഹം സകലത്തെയും ആരാഞ്ഞു, ഉറുമ്പിന്റെ അടുത്ത് വരെ പോയി ജ്ഞാനം പഠിച്ചു, അറിവുകൾ പഠിച്ചു. അതിനുശേഷം താൻ പറയുകയാണ്, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, പെറുക്കി കളയുവാൻ ഒരു കാലം, കീറിക്കളയുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, വിതയ്ക്കുവാൻ ഒരു കാലം, കൊയ്യുവാൻ ഒരു കാലം. സകലത്തിനും ഒരു കാലമുണ്ട്, ഒരു സമയമുണ്ട്. ദൈവത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാം. ദൈവം സകല ജ്ഞാനത്തിലും വിവേകത്തിലുമൊക്കെ നിപുണതയിലും ദൈവത്തിന് തരുന്നതായ സാമർഥ്യത്തിലുമൊക്കെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളായിരിക്കാം. പക്ഷെങ്കിൽ ചില സ്ഥാനങ്ങളിൽ ദൈവം നമ്മെ ഉയർത്തുവാൻ ചില സമയത്തിന്റെ കംപ്ലീഷനുണ്ട്. കാലത്തിന്റെ സമ്പൂർണത. ലോക ജനത മുഴുവനും അസമാധാനത്തിന്റെ കീഴിൽ അടിമപ്പെട്ട്, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അടിമപ്പെട്ട്, ജീവിതത്തിൽ യാതൊരു ഉയർച്ചയും പുരോഗമനവും ഒന്നുമില്ലാതെ തകർന്നു കിടന്നതായ ഒരു കാലം ഇസ്രായേൽ ജനം അടിമത്തരത്തിലും ദുർവാഴ്ചയുടെയും ഒക്കെ ദുഃഖവും സങ്കടവും പേറിക്കൊണ്ട്
യെരൂശലേമിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്ന ഒരു കാലം. സ്വർഗസ്ഥനായ ദൈവം ഉയരത്തിൽ നിന്നും കൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന് 4-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിൽ കന്യകയുടെ മകനായി ജനിച്ച ഒരു മനുഷ്യ അവതാരം എടുക്കുവാൻ ദൈവം നിയോഗിച്ചു. അവിടെ അതാണ്, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിയോഗം. യെസ്, ചില സ്ഥാനങ്ങളിൽ കർത്താവ് നമുക്കായി നിയോഗിക്കപ്പെടണമെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ ഉദാഹരണങ്ങൾക്കും ഉത്തരവാദികൾ നമ്മളെ ഉദ്ധരിക്കുന്നതിനും ഉയർത്തുന്നതിനും കൈക്ക് പിടിച്ച് നമ്മെ വഴി നടത്തുന്നതിനും കർത്താവ് ബാധ്യസ്ഥനാണെങ്കിലും അതിനുവേണ്ടി സ്വർഗസ്ഥനായ ദൈവം അതിനെ പുത്രനെ നിയോഗിക്കുവാൻ ചില കാലസമ്പൂർണതയുണ്ട്. നിന്റെ കുടുംബത്തിലും നിന്റെ ജീവിതത്തിലും ഉദ്ധാരണം നിനക്ക് ആവശ്യമാണ്. ദൈവം അത് നിയോഗിച്ചതാണെങ്കിലും ശരി, പുത്രനെ അതിനുവേണ്ടി നിയോഗിക്കുവാൻ സ്വർഗത്തിൽ ഒരു നിയോഗ സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും ക്രിസ്തുവിൽ വീണ്ടും ഒന്നായി തീർക്കുവാൻ കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. അതെന്താണത്? നമ്മളത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിച്ചു, പിതാവേ, സ്വർഗത്തിൽ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. എന്നാൽ ആ ഭൂമിയിലും ആക്കണമേ എന്നുള്ളതായ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരത്തിന് കാലസമ്പൂർണതയുടെ വ്യവസ്ഥ അതിന് നിയമിക്കപ്പെട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭൂമിയിൽ നമുക്കുള്ളതായ ഉയർച്ച, ഉദ്യോഗം, നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കും. കർത്താവേ, നീ എനിക്ക് ഇന്നത് തന്നു, അത് തന്നു, ഇത് തന്നു, എന്നോട് ഇന്നതെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെങ്കിൽ എവിടെ? അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, കുറെ നാളായി നീ എന്നോട് വാഗ്ദത്തം ചെയ്ത് എന്നെ അങ്ങ് ആശിപ്പിക്കുക അല്ലേ? അബ്രഹാമിന്റെ സങ്കടത്തോടുള്ളതായ വാക്കുകൾ കേട്ടാൽ നമുക്ക് തന്നെ ദൈവത്തോട് വളരെ നീരസം തോന്നിപ്പോകും. അയ്യോ, പാവം പിടിച്ച മനുഷ്യനെ ആശിപ്പിച്ച് ഒരു ദിവസം അബ്രഹാം സഹികെട്ട് ദൈവത്തോട് പറയാണ്, ഇത്രയും നാളും ഞാൻ നിന്റെ വാഗ്ദത്തം വാക്ക് കേട്ട് വിശ്വസിച്ച് വരികയാണ്. എനിക്കിപ്പോൾ 100 വയസ്സായി. അതൊരു സങ്കടകരമായ കാഴ്ചയല്ലേ? എന്നാൽ കാലസമ്പൂർണത അവിടെയും നിയോഗിക്കപ്പെട്ടു. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അബ്രഹാം അറിയാത്തതായ ഒരു കാലസമ്പൂർണത നിയോഗിക്കപ്പെട്ടു. ഇവിടെ നാം ഇന്ന് വായിച്ചതായ വേദഭാഗത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ എന്നിവരുടെ ആ ഉദ്യോഗത്തിന്റെ ആരംഭത്തിന് ഒരു കാലസമ്പൂർണത വ്യവസ്ഥ ദൈവം കൊണ്ടുവന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ നടക്കും, നാളെ പെട്ടെന്ന് സംഭവിക്കും എന്നൊക്കെ നമ്മൾ പല കാര്യങ്ങളിലും ആശ വെച്ച് ദൈവത്തോട് അത് കാണാതാകുമ്പോൾ ദൈവത്തോട് നാം പ്രയാസപ്പെടാറുണ്ട്, നീരസപ്പെടാറുണ്ട്. കർത്താവേ, നിന്റെ പ്രവൃത്തി എവിടെ? ഞാൻ എത്ര നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഒരു ഭവനത്തിന് വേണ്ടി, ഒരു വാഹനത്തിന് വേണ്ടി, ഒരു സൗകര്യത്തിന് വേണ്ടി, ചില വിഷയങ്ങളുടെ ചില ഒരു നടത്തിപ്പിന് വേണ്ടി, അതിനുവേണ്ടി കർത്താവെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില വിടുതലുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിടുതൽ എവിടെ? നീരസപ്പെടുന്നവർക്ക്, പ്രയാസപ്പെടുന്നവർക്ക്, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ദൈവം ഈ പ്രഭാതത്തിൽ തന്റെ പരിശുദ്ധാത്മാവിൽ കൊടുക്കുന്നതായ ഒരു സന്ദേശം, അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ കരത്തിൻ കീഴിൽ, ബലമുള്ള കരത്തിൻ കീഴിൽ കാണിരിക്കുക. ദാനിയേൽ അങ്ങനെയാണ് ചെയ്തത്. ശദ്രക്, മേശക്, അബേദ്നെഗോ അങ്ങനെ ചെയ്തു. അവർ രാജകുടുംബത്തിലാണ്, രാജകൊട്ടാരത്തിലാണെങ്കിലും തക്ക സമയത്ത് സർവശക്തനായ ദൈവം അവരിൽ മേൽ നിയോഗിച്ചിരിക്കുന്ന നിയോഗത്തിന്റെ സാക്ഷാത്കാരം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തിലുള്ളതായ ആശ വെടിയാതെ അവർ അതിന്മേൽ മുറുകെ പിടിച്ചു. വിശ്വാസത്താൽ അബ്രഹാം നീതി ലഭിക്കുന്നിടം വരെയും
ദൈവം തന്നോട് വാഗ്ദത്തം ചെയ്ത് തനിക്ക് ലഭിക്കുന്നിടം വരെയും പല പ്രാവശ്യം ദൈവത്തോട് സങ്കടപ്പെട്ടെങ്കിലും വീണ്ടും വീണ്ടും ദൈവത്തിന്റെ വചനം അവരെ ധൈര്യപ്പെടുത്തുവാൻ തുടങ്ങി. നമ്മുടെ വിഷയങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുന്നിടം വരെയും അവന്റെ സന്നിധിയിൽ സ്ഥാണിരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുക. എനിക്കറിയാം, സ്ഥലം അനേക വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുന്ന ചില ഹൃദയങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. നടക്കുന്നില്ല, കാണുന്നില്ല, വെളിപ്പെടുന്നില്ല, ദൈവത്തിന്റെ ശക്തി കുറഞ്ഞുപോയോ എന്നോർത്തുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, പുത്രനെ ചില കാര്യങ്ങളിൽ നിയോഗിക്കുവാൻ നമ്മൾ വിചാരിക്കും, കർത്താവ് എന്താ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് നമ്മൾ ചിന്തിക്കും. നാം ദൈവത്തെയല്ലയോ ആരാധിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ഭാരപ്പെട്ടു പോകും. കർത്താവെ, നീ ഞങ്ങളോട് ചെയ്തതായ വാഗ്ദത്തങ്ങൾ എവിടെയെന്ന് നമ്മുടെ ജീവിതത്തിൽ സന്ദേശങ്ങൾ ഉണ്ടാവും, സന്ദേഹങ്ങൾ ഉണ്ടാവും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പുത്രനെ നിയോഗിക്കുവാൻ ദൈവത്തിന് കാലസമ്പൂർണത വ്യവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പുത്രൻ വെളിപ്പെടുവാൻ ചില വിഷയങ്ങളിൽ ദൈവം നമ്മുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാലവ്യവസ്ഥയുണ്ട്, സമയത്തിന്റെ സമ്പൂർണതയുണ്ട്, സകലത്തിനും ഒരു സമയമുണ്ട്. നാം പലപ്പോഴും അത്യാഗ്രഹികളായി പോകുന്നു, വ്യാമോഹികളായി പോകുന്നു. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ധാരാളം കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് ലഭിക്കാതെ വരുമ്പോൾ ദൈവത്തോട് നാം ഭാരപ്പെടുന്നു. നമ്മുടെ ഹൃദയത്തിൽ തന്നെ വലിയ ഞെരുക്കവും മുറുമുറുപ്പും നമ്മൾ ഉണ്ടാക്കുന്നു, ഭവനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുന്നു. ദൈവത്തോടുള്ളതായ പ്രാർത്ഥനയുടെ സമീപനവും വാക്കുകൾക്കും പലപ്പോഴും പതർച്ചയുണ്ടാകും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എല്ലാത്തിനും എനിക്കൊരു സമയമുണ്ട്. ശലോമോൻ പല കാര്യങ്ങളും പലയിടത്തും താൻ പരീക്ഷിച്ചു നോക്കി. സമയത്തിന് മുമ്പ് ഒന്നും നടക്കുന്നില്ല എന്ന് താൻ കണ്ടു. താൻ പിന്നെ എഴുതുകയാണ്, ദൈവം അതതിന് ഓരോരോ സമയങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, പെറുക്കി കളയുവാൻ ഒരു കാലം, സകലത്തിനും ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, വിരോധിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം, സകലത്തിനും ഒരു കാലമുണ്ട്. ആ കാലമുള്ളതിൻ്റെ സകലത്തിനും ഒരു കാലമുണ്ടെന്നുള്ളതായ ഒരു വ്യവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നാം ആഴമായി മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിലേക്ക് ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ ആണിരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിർബന്ധിക്കുന്നു. അതെന്തിനായി ബലമുള്ള കരത്തിന് കീഴിൽ താണിരിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ സമയത്ത് അത് ചെയ്യുവാൻ താൻ ബലമുള്ളവനെന്ന് ഏറ്റുപറയുന്ന ഒരു സ്വഭാവം ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു പ്രകൃതി നമുക്കുണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിലും നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി തീർക്കേണ്ടതിന് സകലത്തിനും ഒരു കാലസമ്പൂർണതയുടെ വ്യവസ്ഥയുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ വിളിച്ചു, നിന്നെ നടത്തുന്നു, നിനക്ക് വേണ്ടതൊക്കെയും അവൻ അറിയുന്നു. എന്നാൽ നീ ചോദിക്കുന്നതും നീ ആഗ്രഹിക്കുന്ന, നീ പ്രതീക്ഷിക്കുന്നതുമെല്ലാം നിന്റെ സമയത്തല്ല ദൈവം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിനും സകലത്തിനും ഒരു സമയമുണ്ട്. അവൻ നിശ്ചയിക്കുന്ന സമയം ആരാലും എടുത്തു മാറ്റുവാൻ, തിരുത്തുവാൻ കഴിയാത്തതായ സമയമാണ്. കാരണം ദൈവം നിയോഗിക്കുന്ന കാലം, സമ്പൂർണത, ആ സമയത്തിന്റെ കംപ്ലീഷൻ, ദ ലോ ഓഫ് ടൈംസ്. ദൈവത്തിന് സ്തോത്രം. രാജാക്കന്മാർക്ക് അധികാരം പ്രവാചകന്മാർ കൊടുക്കുമ്പോൾ, ശൗൽ രാജാവിന് ശമൂവേൽ പ്രവാചകന് അധികാരം കൊടുക്കുമ്പോൾ അവന്റെ ചെവിയിൽ രാജമന്ത്രം ഉപദേശിച്ചു. എന്താണ് ഈ രാജമന്ത്രം? സമയത്തിന് വേണ്ടി കാത്തിരിക്കുക, സമയത്തെ പാലിക്കുക. സകലത്തിനും ഒരു സമയമുണ്ട്. ദൈവം പ്രവർത്തിക്കുന്ന സമയത്തെക്കുറിച്ച് ജ്ഞാനിയായിരിക്കുക, വിവേകിയായിരിക്കുക. ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ ദൈവം നമുക്കായി ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളുടെ സമയത്തിന്റെ യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് കാലസമ്പൂർണതയുടെ വ്യവസ്ഥ എന്തെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ എത്ര കഷ്ടത വന്നിരുന്നാലും, എത്ര യാതന വന്നിരുന്നാലും അതിനങ്ങേപ്പുറത്ത് ദൈവം നമ്മെ ബലപ്പെടുത്തുവാൻ ശക്തി അറിഞ്ഞുകൊണ്ട് നമുക്ക് ബുദ്ധി തന്നവൻ, ജ്ഞാനം തന്നവൻ, വിവേകം തന്നവൻ, അവസാനം വരെ പിടിച്ചു നിർത്തുവാൻ ഒരു ദിവസം രാജാവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നാം മറ്റുള്ളവരിൽ വെച്ചെല്ലാം 10 ഇരട്ടി നാം ദൈവം തരുന്നതായ ആ സ്ഥാനത്തിന് വേണ്ടി യോഗ്യരെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി കാണിക്കും. ആ വെളിപ്പാടിന് വേണ്ടി
ദൈവം നമ്മെ യോഗ്യരാക്കി തീർക്കട്ടെ. നമ്മുടെ തലമുറകളെ അത് പഠിപ്പിക്കുമ്പോൾ അവരും ദൈവസ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച് മനസ്സിലാക്കും. ഗോഡ് ബ്ലെസ് യു.